നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ കണ്ണുകളും പ്രതീക്ഷിച്ചതുപോലെ തന്നെ പാലക്കാട്ടേക്കാണ്. ഇന്ന് നമുക്കറിയാം, ശബരിമലയിൽ അവിടെ ഇന്ന് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നുണ്ട്. അവിടെ നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ മന്ത്രിമാരും എല്ലാവരും ബന്ധപ്പെട്ടവർ അവിടെ ഉണ്ട്. എന്നിരുന്നാലും ഒരു സമാധാനമില്ല. ഇനി പാലക്കാട് രാവിലെ എപ്പോൾ വന്നിറങ്ങും, ആരോടൊപ്പം വന്നിറങ്ങും, ഏത് സമയത്ത്, ഏത് കാറിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാവിലെ മുതൽ തന്നെ അവിടെ ഭയങ്കരമായിട്ട് ഒരു ശ്രദ്ധ പാലക്കാട്ടേക്ക് തിരിയുന്നുണ്ട്. ഒപ്പം തന്നെ അവിടെ എനിക്ക് തോന്നുന്നു ഇന്നലെ അവിടെ BJPക്കും CPM-നും ഉറക്കമില്ലാതെ തോന്നുന്നു. ഇന്ന് രാവിലെ വന്ന റിപ്പോർട്ടൊക്കെ വായിച്ചപ്പോൾ അവിടെ പുലർച്ചെ 4 മണി മുതൽ തന്നെ എനിക്ക് തോന്നുന്നു പാലക്കാട് വല്ല അതിർത്തിയിൽ ഇവര് നിൽക്കുമായിരുന്നു തോന്നുന്നു. ഏതായാലും ഇപ്പോൾ രാഹുൽ ഏത് നേരത്തെ വരും എന്നറിയില്ല. അതുകൊണ്ട് അവിടെ എല്ലാവരും അവിടെ ആകാംക്ഷയോടുകൂടി അല്ലെങ്കിൽ ആകാംക്ഷയുടെ ഒരു മുൾമുനയിൽ നിൽക്കുകയാണ് ഇപ്പോൾ പാലക്കാട്. എന്തായാലും കൃഷ്ണേന്ദു, ആഗോള അയ്യപ്പ സംഗമമല്ലേ? 2 ദിവസം മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശബരിമല അയ്യപ്പനെ കാണാൻ പോയിരുന്നു. അപ്പൊ അയ്യപ്പ പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കാര്യം, ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഇടയിൽ നീ എന്തായാലും പാലക്കാട് പോകരുതെന്നാ. കാരണം ഇത് 10 നാട്ടുകാരൊന്ന് കാണട്ടെ ഈ ആഗോള അയ്യപ്പ സംഗമം. അല്ല, അയ്യപ്പ സംഗമം ഇപ്പൊ നടന്നോണ്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ രസകരമായിട്ടുള്ള സംഗതികളൊക്കെയാണ് അവിടെ കാണുന്നത്. ഞാൻ എന്തായാലും അത് ആദ്യം പറഞ്ഞതിന് ശേഷം രാഹുലിലേക്ക് വരുമോ, പാലക്കാട് വരുമോ ഇല്ലയോ എന്നുള്ളത്. ഏതായാലും അത് ഞാൻ പറയാം. പക്ഷെ ഈ മാധ്യമങ്ങൾ പറയുന്ന രീതിയിലല്ല അത്. അതിനൊരു ഒരു ചില ട്വിസ്റ്റ് ഉണ്ട്. ഇതിപ്പോൾ എന്തായാലും രാവിലെ അയ്യപ്പ സംഗമം തുടങ്ങിയിരിക്കുകയാണ്, ആഗോള അയ്യപ്പ സംഗമം. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നുപോയി. ആ ഫ്ലെക്സ് ബോർഡുകളിലൊക്കെ ഞാൻ അയ്യപ്പനെ ഒന്ന് തപ്പി. ഇനി എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയുടെ കുറവുകൊണ്ടാണോ എന്ന് നോക്കിയപ്പോൾ പിണറായിയും വിജയനും VN വാസവനും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു കൊടിമരവും ഉണ്ട്. ഇത് മൂന്നും അല്ലാണ്ട് ഞാൻ അയ്യപ്പനെ ഒന്ന് നോക്കി, അയ്യപ്പ എനിക്ക് അവിടെ ഒന്നും കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇതാണ് ആഗോള അയ്യപ്പ സംഗമം. എന്നിട്ട് 3 ഘട്ടങ്ങളിലായിട്ടാണ് ഇവർ നടത്തുന്നതെന്ന് പറയുന്നു. ഒന്ന് ശബരിമല വികസനമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. എന്ത് വികസനമാണ്? ഈ ദേവസ്വം ബോർഡിന് കോടാനുകോടി രൂപ കിട്ടുന്നത് ദേവസ്വം ബോർഡിന് എടുത്തടിച്ച് വേണ്ടുന്ന വികസന പ്രവർത്തനങ്ങൾ നടത്താവുന്നതേ ഉള്ളൂ. പിന്നെ ഈ കാനനത്തിന്റെ ആ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിൻ്റെതായ രീതിയിൽ നിർത്തിക്കൊണ്ടുള്ള വികസനമാണ് അവിടെ വേണ്ടുന്നത്. കൂടുതലും വേണ്ടുന്ന ഈ ആൾക്കാരെ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള സംവിധാനം ഒരുക്കുക. അല്ലാതെ അവിടെ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ അത് അയ്യപ്പനും ഇഷ്ടമല്ല. കാരണം അതിന്റെ ഭംഗി അതാണ്. പിന്നെ ഈ പമ്പാതീരത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമാണ്. കാരണം ശുചീകരണം, മാളിക, ഇന്ന് ഞാൻ ഒരു ബൈറ്റ് കണ്ടെയാണ്. ഈ മാളിക പ്രത്തമാരായിട്ട്, അത് കുഞ്ഞു പെൺകുട്ടികൾ വരുമ്പോൾ അവർക്ക് പ്രത്യേകിച്ചും ബാത്റൂം, ശൗചാലയങ്ങളില്ല. അതിന് വേണ്ടുന്ന ശൗചാലയങ്ങൾ ഒരുപാട് കുറവാണ്. പലതും ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ വരുമ്പോൾ മണ്ണും ഒക്കെ കൊണ്ട് മൂടിക്കിടക്കണം. അപ്പൊ അതിനൊക്കെ വേണ്ടുന്ന പുതിയ പ്രവർത്തനങ്ങൾ പമ്പാ നദീ തീരത്തും അവിടെയൊക്കെ നടത്തുന്നത് എന്തുകൊണ്ട് നല്ലത് തന്നെയാണ്. പക്ഷെ അതിനൊന്നും ഈ പറഞ്ഞ ആഗോളതലത്തിൽ ആൾക്കാരെ വിളിച്ചുകൂട്ടി ചെയ്യേണ്ട. അയ്യപ്പന് അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതി ഭദ്രതയുള്ള ഒരു ദൈവമാണ്, ഈശ്വരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇതനുസരിച്ച് ഈ കേരളത്തെ മൊത്തത്തിൽ വിലയ്ക്ക് വാങ്ങിക്കാനുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അത് എന്താ പറയുന്നത്, കട്ടും മുടിച്ച് നിൽക്കുന്ന ദേവസ്വം ബോർഡിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. മര്യാദയ്ക്ക് അരവണയിലെങ്കിലും പുഴുവില്ലാത്തത് 1 വർഷമെങ്കിലും കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ പലയിടത്തും ചില കാര്യങ്ങളൊക്കെ അത് പറയാതിരിക്കാൻ മേല. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. എന്തായാലും VN വാസവൻ മുഖ്യമന്ത്രിയൊക്കെ ഇപ്പൊ സ്റ്റേജിലെത്തി. ഞാനിപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫസ്റ്റ് ടോക്ക് എടുത്തത്. കാരണം ഇതെങ്ങനെയാണ് ഇവരുടെ ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. അപ്പൊ സ്വാഭാവികം, അയ്യപ്പന്റെ വിഗ്രഹമുണ്ട്, നിലവിളക്കുണ്ട്. ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ് എങ്ങനെയാണ്, ആരാണ് തിരി കൊളുത്തുന്നത്. നമ്മുടെ മുഖ്യനല്ലേ അതിന് വേണ്ടുന്ന തിരി കൊളുത്തുന്നത്? ഇല്ല, മുഖ്യമന്ത്രി അതുവരെ വന്നിട്ടില്ല. VN വാസവനുണ്ട്, ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴെങ്കിലും എന്റെ അയ്യപ്പ ഒന്ന് കാത്തോളണേ എന്ന് ഇങ്ങനെങ്കിലും കൈ ഒന്നെടുത്ത് കുമ്പിടുമെന്ന് പ്രതീക്ഷിച്ചു. ഇത്രേ വിശ്വാസം ഇല്ലാത്തവരാണ് ആഗോള അയ്യപ്പ. എന്ത് ലജ്ജാവഹമാണ് ഈ വിശ്വാസികൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു പ്രസംഗത്തിൽ പോലും എനിക്ക് ആഗോള അയ്യപ്പ എന്ന് വിളിക്കും. പക്ഷെ വിശ്വാസികൾ പലരും പറയുന്നുണ്ട് സ്വാമിയെ ശരണം അയ്യപ്പ എന്ന മുഖ്യമന്ത്രിയുടെ നാവുകൊണ്ട്. സത്യമല്ലേ? എല്ലാവരും കയറുമ്പോൾ ചന്ദനക്കുറി ഇടുന്നുണ്ട്, എല്ലാവർക്കും ചന്ദനക്കുറിയൊക്കെ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഓരോരുത്തരിൽ നിന്ന്. മുഖ്യൻ അത് തൊട്ടോന്ന് പോലും എനിക്കറിയില്ല. VN വാസവൻ ഇങ്ങനെ വിശ്വാസം തീരെ ഇല്ലാത്തവരാണ് ഈ സംഗമത്തിന്റെ പ്രധാന വ്യക്തികൾ. ആ ഫ്ലെക്സ് ബോർഡുകളിൽ അയ്യപ്പന്റെ പടം പോലും ഇല്ലാതെ ദേവസ്വം ബോർഡിന്റെ ഏതെങ്കിലും സെക്രട്ടറിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വാമിയുടെയൊക്കെ പടം വെച്ചിരുന്നെങ്കിൽ പിന്നെ ഒരു അന്തസ്സുണ്ടായിരുന്നു. അല്ലെങ്കിൽ അയ്യപ്പ ഭട്ടന്റെ ഏതെങ്കിലും ഒരു സാധാ അയ്യപ്പ ഭട്ടന്റെ പടം വെച്ചിരുന്നെങ്കിൽ ഒരു അന്തസ്സുണ്ടായിരുന്നു. ഇരുമുടി കെട്ടി എന്തെല്ലാം പടം. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫ്ലെക്സ് ബോർഡുകൾ ഇങ്ങനെ
നിറഞ്ഞങ്ങ് നിൽക്കുക. എന്നിട്ട് പറയാം ദേവസ്വം ബോർഡ് നടത്തുന്നതാണ് ആഗോള അയ്യപ്പ സംഗമം. ഇത് എന്ത് ന്യായം ഹേ ഇത്. എന്നിട്ട് വേറെ ട്വിസ്റ്റ് കണ്ടോ, മുഖ്യമന്ത്രിയുടെ കാറിൽ ആരാണ്? വെള്ളാപ്പള്ളി. വെള്ളാപ്പള്ളി SNDP-ക്കാരോട് പറഞ്ഞ വോട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ വെറുതെയാണ്. ഹിന്ദുക്കൾ അത് SNDP ആണെങ്കിലും NSS ആണെങ്കിലും ഏത് കാസ്റ്റ് ആണെങ്കിലും ഏത് ഇതാണെങ്കിലും ഏത് വിഭാഗമാണെങ്കിലും അവർക്കറിയാം വിശ്വാസം എന്ത്, രാഷ്ട്രീയം എന്തെന്നുള്ളത്. ഇതിലൊന്നും മലയാളികളായിട്ടുള്ള വിശ്വാസികളെ നിങ്ങൾ ഇത് ചെയ്യാൻ പോണ്ട, അതവിടെ നിൽക്കട്ടെ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വെളുപ്പാകാലത്ത് ആരും അറിയാണ്ട് പാലക്കാട് എത്തുമെന്ന് ചില മാധ്യമ പ്രവർത്തകർ മാധ്യമപ്രവർത്തകർ വിചാരിച്ചു. അവിടുന്ന് ഇന്നലെ മുതലേ കുടിലും കെട്ടി അവിടെ കിടക്കുന്നെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് കുറെ BJP-ക്കാരും എല്ലാവരും കുടിലും കെട്ടി കിടക്കും. എൻ്റെ പൊന്ന് കൃഷ്ണേന്ദു, ആഗോള അയ്യപ്പ സംഗമം വിശ്വാസികളുടെ കണ്ണുകളിലേക്കും മനസ്സുകളിലേക്കും എത്തിക്കാതെ രാഹുൽ പാലക്കാട്ടേക്ക് പോവില്ല. പക്ഷേ രാഹുൽ ഇന്ന് തന്നെ പാലക്കാട്ട് എത്തും. ഇതിൻ്റെ ഈ മീറ്റിങ്ങും ഇതൊക്കെ ഒന്ന് കഴിയട്ടെ. ഉച്ച കഴിഞ്ഞ് അല്ലെങ്കിൽ വൈകുന്നേരത്തോടെ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടം പാലക്കാട് എത്തും. പക്ഷേ അത് പോവാത്തതിന് കാരണം ശബരിമല പോയത് വെറുതെ അല്ല അല്ലേ, മുഖ്യമന്ത്രിക്ക് നേരെയുള്ളൊരു ഒരു കയ്യുയർത്തലാണ്. നിങ്ങൾ ആഗോള അയ്യപ്പ സംഘം പമ്പാ നദി തീരത്തെ നടത്തൂ, അടുത്തത് ഞങ്ങളാണ് കയറുന്നത്. അടുത്ത ഇവർ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു, സർക്കാർ ഇത് നടത്തുന്നു, ഇത്രയും ചെലവഴിക്കുന്നു. ഈ അടുത്ത വികസന പദ്ധതികൾ നടത്താൻ ഏത് സർക്കാർ? LDF സർക്കാരോ? LDF സർക്കാരാണെന്ന് അങ്ങ് തീരുമാനിച്ചോ? ഇല്ലല്ലോ. അടുത്തത് ഞങ്ങളാണ് നടത്തുന്നത്. നിങ്ങളവിടെ സംഗമമൊക്കെ നടത്തിക്കോ, ഞാനിങ്ങ് അയ്യപ്പൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്, ഇത് ഞങ്ങൾക്കൊന്ന് കാണണം എന്നുള്ള ആദ്യത്തെ ചൂണ്ടുവരട്ടെ. ഇന്ന് എന്തുകൊണ്ട് പാലക്കാട് രാവിലെ പോയില്ല എന്നുള്ളത് അവിടെ നിൽക്ക്, സംഗമമൊക്കെ നടക്കട്ടെ, 10 വിശ്വാസികളൊക്കെ ഇതൊക്കെ ഒന്ന് കാണട്ടെ. അതിൻ്റെ തീയും പുകയൊക്കെ കെട്ടടങ്ങുമ്പോഴത്തേന് പാലക്കാട് ഞാൻ എത്തും. അവിടെ BJP പ്രവർത്തകർ ഒന്നുമില്ല. സ്വാഭാവികമായിട്ട് എത്ര നാൾ തടഞ്ഞുകൊണ്ടേയിരിക്കും, അവർക്ക് വേറെ പണിയില്ലേ. ഇത് എന്താണ് അവർ ഈ BJP പ്രവർത്തകർ ചെയ്യേണ്ടത്? ആദ്യം ആഗോള അയ്യപ്പ സംഗമം ഒന്ന് തടയാൻ ശ്രമിക്കുക. ഈ വിശ്വാസികളെ പോലും കളിയാക്കുന്ന തരത്തിൽ ബഹിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷെ അല്ല, ഈ ആഗോള അയ്യപ്പ സംഗമം എന്നുള്ള ആഗോള പറഞ്ഞ ശബരിമല വികസനം അല്ലെങ്കിൽ ശബരിമല സംഗമമെന്നോ വികസന സംഗമമെന്നോ അങ്ങനെ എന്തെങ്കിലും ആക്കിക്കൂടെ? അയ്യപ്പന്റെ പേരിട്ടുകൊണ്ട് എന്തിനാണ് ഇത്രയും നാണം കിടന്ന വിശ്വാസികളുടെ ഈ കളിയാക്കുന്ന തരത്തിൽ എന്തിനാണ് ചെയ്യുന്നത്? നമ്മൾക്കിടെ വിഷയം അതല്ല, രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അവിടെ ഇപ്പോ രാഹുലിന്റെ ഓഫീസിന്റെ മതിലൊക്കെ തന്നെ സ്ത്രീ പീഡന വീരനെ പാലക്കാടിന് വേണ്ട, അതുപോലെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കരുത്, എത്ര നാളായി നമ്പർ ചോദിക്കുന്നു, 5 സ്റ്റാർ ഹോട്ടലുകളിൽ മുറിയെടുക്കാൻ തുടങ്ങിയിട്ടുള്ള വളരെ എന്താ പറയാ. അല്ല ഇതിപ്പം അത് അങ്ങനെയല്ലല്ലോ. അങ്ങനെയാന്ന് KJ ഷൈൻ ഇന്നലെ നേരിട്ടതിന് ആ MLA-ക്കെതിരെ എന്തുകൊണ്ടാണ് ഇവര് തിരിയാത്തത്? KJ ഷൈൻ്റെ വീട്ടിൽ കയറിയെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ MLA ആരോപണമല്ലേ അത്? ആ MLA-ക്കെതിരെ പല കാര്യങ്ങളും ഉണ്ട്. എന്തുകൊണ്ടാണ് ഇവര് തിരിയാത്തത്? KJ ഷൈൻ എന്തുകൊണ്ട് സപ്പോർട്ടായിട്ട് നിന്നില്ല? എത്ര പേര് വന്നു? ആരും വന്നിട്ടില്ല. മുഖ്യമന്ത്രി നിലനാവട്ടെ, എന്താ ക്രൈംബ്രാഞ്ച് വിട്ടൊന്ന് അന്വേഷിക്കാഞ്ഞേ? KJ ഷൈൻ്റെ ഈ കേസ് സത്യമാണോ അല്ലേ? പൊതുജനങ്ങളുടെ മുമ്പിൽ അത് കൊണ്ടുവരാത്തത് എന്ത്? ഇല്ലല്ലോ. അപ്പൊ ഇത് മുകേഷിന്റെ കേസ് കിടക്കുമല്ലേ? അപ്പൊ ഇതൊക്കെ നിൽക്കാതെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ കല്യാണം കഴിക്കണോ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് ചെയ്യണോ എന്നുള്ളത് അത് ജനം തീരുമാനിച്ചോളും. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു MLA ആണ്, പാലക്കാട് ജയിപ്പിച്ച MLA ആണ്. രാഹുലിനെ തടയാനും ആരുമില്ല. ഇനി ജനഹിതം എന്താണെന്നുള്ള സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കും. ഒന്നുമില്ല, അത് ഇപ്പൊ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഇന്നലെ എന്തായി? റെനിയുടെ കേസ് അങ്ങ് മാറ്റി നിർത്തി. ഇന്നലെ ഒരു മാധ്യമ പ്രവർത്തകർ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ഏത് തരത്തിലാണ്? ഇതുവരെ ആരോപണ വിധേയൻ മാത്രമാണ്, പ്രതിയില്ല, വാദിയില്ല, ഈ പറഞ്ഞ ഒന്നുമില്ല, പരാതിയില്ല. ഇങ്ങനെ കേസ് തപ്പി നടക്കുന്നത് ആദ്യമായിട്ടാണ്. ക്രൈംബ്രാഞ്ചിന് തന്നെ നാണക്കേട് തോന്നുന്നത്. ഞാൻ പറയുന്ന ക്രൈംബ്രാഞ്ചൊക്കെ സ്വമേധയാ ഈ പറഞ്ഞോണം മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ടിട്ട് കാര്യം പറയുക, ഇങ്ങനെ അനാവശ്യമായിട്ട്. കാരണം ഒന്നുമില്ലെങ്കിലും മുഖ്യമന്ത്രി പോലുള്ള വ്യക്തിക്കൊക്കെ നിയമോപദേശം കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ചില കാര്യങ്ങൾക്കൊക്കെ ഒരു ബോധമുണ്ടല്ലോ. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പരാമർശ രാഷ്ട്രീയ ആരോപണങ്ങളെ അതിന്റെ വഴിക്ക് വിടുക. ഇപ്പം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സരിത അങ്ങനെ കൊടുത്തു, കൃത്യമായിട്ടുള്ള ഇത് കൊടുത്തു എന്നെങ്കിലും പറയാം. പക്ഷെ എന്നിട്ട് അത് ഒരു ആരോപണം മാത്രമേ, തെളിവുകളില്ല. അത് അവസാനം ഇതായി പോവുകയാണ് ചെയ്തത്. ഇനി ഈ പറഞ്ഞോണം സ്വപ്ന സുരേഷ് കൊടുത്തില്ലേ? സ്വപ്ന ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പല ആൾക്കാരും അതിൽ ഇരിപ്പുണ്ടല്ലോ. എന്താണ് അതിനൊന്നും എടുക്കാത്ത? അപ്പൊ ഇത് തെളിവുമില്ല, ആളുമില്ല, പേരുമില്ല. ഇങ്ങനെ ഒരു പുകമറയെന്ന് വരുമ്പോൾ പരാതിക്കാർ വരുമ്പോൾ അതിൽ രണ്ടുപേരുടെയും ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലേ, അല്ലെ പരാതിക്കാരുടെ ഭാഗത്താണ് ന്യായമുണ്ടെങ്കിൽ തീർച്ചയായും
തീർച്ചയായിട്ടും നടപ്പാക്കണം. നമ്മളെപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. പക്ഷെ അല്ലാതെ ഒരാളിനെ അങ്ങ് കുറിശിക്കത്തക്ക രീതി ഇതിന്റെ പുറകെ നടക്കാൻ ക്രൈംബ്രാഞ്ചിന് ഒരു പണിയില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വേറെ എന്തെല്ലാം ജോലികൾ, എന്തെല്ലാം കേസുകൾ തീർക്കാനുണ്ട്. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും പാലക്കാട് എത്തും. അദ്ദേഹത്തെ പാലക്കാട് സജീവമാകാൻ തന്നെയാണ് ചില പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. ചില ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഏകദേശം 18 കുടുംബങ്ങളുടെ പട്ടയവുമായിട്ട് ബന്ധപ്പെട്ട് മന്ത്രിക്ക് കൊടുത്തു. ഒരുപക്ഷെ അതൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇതൊക്കെ പബ്ലിഷ് ആയതുകൊണ്ട്. അല്ലെങ്കിൽ നടക്കുന്ന കാര്യമല്ല. പാവങ്ങളുടെ പട്ടയവും കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. എന്തായാലും രാഹുൽ ഇപ്പൊ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കും സ്വന്തം മണ്ഡലത്തിൽ. അതുകൊണ്ട് രാഹുൽ പരമാവധി മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും വരുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയിട്ട് ഒരു ചുക്കാൻ പിടിക്കാനും ഒക്കെ രാഹുൽ പഴയതിനും അധികം ഊർജ്ജവാനായിട്ട് ശബരിമല അയ്യപ്പൻ പൂർണ്ണ ആശീർവാദം രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതോടെ അയ്യപ്പ സംഗമത്തിൽ എന്താണ് LDF സർക്കാരിന് വരാനുള്ളതെന്ന് അറിഞ്ഞൂടെ. എന്തായാലും MV ഗോവിന്ദൻ വീണ്ടും ജോത്സ്യനെ പോയി കാണേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. ജോത്സ്യന്റെ നിർദ്ദേശപ്രകാരമാണോ ഇനി അയ്യപ്പ സംഗമം നടത്തുന്നതെന്നും അറിയില്ല. ഏതായാലും എത്ര സംഗമം നടത്തിയാലും അറ്റ്ലീസ്റ്റ് ആ വിളക്കിന്റെ മുമ്പിൽ വരുമ്പോഴെങ്കിലും ഒന്ന് കൈകൂപ്പിയ നന്ന്. ആ ഫ്ലെക്സ് ബോർഡുകളിൽ ഈ ചൊരണ്ടി ഇങ്ങനെ അറ്റത്തോട്ട് വെക്കാതെ, അറ്റത്തൊന്നും തീരെ ഇല്ല എംബ്ലം പോലാണ് വെച്ചേക്കുന്നത് അയ്യപ്പനെ. ലോക പോലാണ് വെച്ചേക്കുന്നത്. ഞാൻ കണ്ടിരുന്നു 2 ലോക പോലെ വെച്ചിട്ട് അങ്ങ് മുൻനിരയിലോട്ട് ഒരു മീഡിയം സൈസിലെങ്കിലും വെച്ചിരുന്നെങ്കിൽ അയ്യപ്പൻ ഇത്രയും ഇതുണ്ടാവത്തില്ല. എന്തായാലും പണികൾ അയ്യപ്പൻ വരും. കാരണം എനിക്ക് ഏറ്റവും അധികം ഇത് തോന്നിയത് പോയ സ്ത്രീകളുടെയൊക്കെ അവസ്ഥയാണ്. അപ്പം ഇതിനൊക്കെ ഈ പറഞ്ഞോണം വികസന പ്രവർത്തനങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. ഇപ്പോൾ ശബരിമലയിൽ അവരിപ്പോൾ ഇന്നിപ്പോൾ സംഗമമൊക്കെ നടത്തുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ അത് വിശ്വാസമുള്ളവർ നടത്തണം. അവർക്കറിയാം. ഈ ശബരിമലയുടെ പടി പോലും കയറാത്തവർക്ക് അറിയില്ലല്ലോ അവിടെ എന്ത് ഇതാ നടത്തേണ്ടതെന്ന്. നമ്മുടെ വിഷയം അതല്ല. പക്ഷെ എൻ്റെ വിഷയം അതിലോട്ട് അങ്ങ് പോകുന്നു. എന്ത് തന്നെയായാലും ഈ പറഞ്ഞോണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാലക്കാടേക്ക് വരുമോ എന്നുള്ള ചോദ്യത്തിന് വരിക തന്നെ ചെയ്യും. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഒരുപക്ഷെ വൈകുന്നേരത്തോടൊക്കെ രാഹുൽ തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ അയ്യപ്പ സംഗമത്തിന്റെ ഒരു ഇത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അതങ്ങ് കഴിയട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പുകൾ ഇനി കോൺഗ്രസ് അതിശക്തമായിട്ട് തന്നെ നേരിടുക. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി അധികം സമയമില്ല. അപ്പൊ അടിത്തറയിലെ പ്രവർത്തനങ്ങൾ നടത്തണം. മാത്രമല്ല ഇതിലെ KPCC ഉൾപ്പെടെ രാഹുലിന് ഇപ്പോൾ ഒരു പൂർണ്ണ പിന്തുണ ഇൻഡയറക്റ്റിൽ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ പാലക്കാട് DCC രാഹുലിനെ വന്ന് കണ്ടത്. അപ്പൊ നിരവധി പ്രവർത്തകർ ഇപ്പോൾ ഡയറക്റ്റ്ലി രാഹുലിന് വേണ്ടുന്ന പിന്തുണകൾ നൽകുന്നുണ്ട്. അപ്പം ഈ ഒരു അധിക്ഷേപം ഒരുപക്ഷെ KJ ഷൈൻ്റെയൊക്കെ പ്രശ്നം വന്നതോടുകൂടി കുറേയൊക്കെ ഈ പറഞ്ഞ ഇതിലോട്ട് അങ്ങ് മുങ്ങിപ്പോയി. കാരണം ഇനിയിപ്പോൾ അവർക്ക് തിരിച്ചടിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോയി. കാരണം അവിടെയും ചില കാര്യങ്ങളുണ്ട്. അവിടെ ഈ ആരോപണങ്ങളാണ്. അപ്പം ആരോപണങ്ങൾ ഒരു സാക്ഷിയോ പ്രതിയൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോഴത്തേക്കും പിന്നെ ഇവിടെ രാഹുലിന് പറ്റിയ ഒരു അമളയെന്ന് പറഞ്ഞാൽ രാഹുൽ ഇത് പറയുന്നില്ല. ഒരു പക്ഷേ റെനിയുടെയും അവന്തികയുടെയും ഒക്കെ കാര്യം പറഞ്ഞെങ്കിലും ഈ ഒരു ഓഡിയോ ക്ലിപ്പിന്റെ കാര്യത്തിൽ മാത്രം രാഹുൽ മൗനം എടുക്കുന്നു. ഒന്നുകിൽ രാഹുൽ പറയണം എനിക്ക് ചില തെറ്റുകൾ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, പരാതിക്കാരില്ലാത്തത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഞാനതിൽ ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ ഒരു പക്ഷേ എൻ്റെ ലൈഫിൽ എൻ്റെ സ്വകാര്യ ജീവിതം ഒന്നും ആർക്കും തുറന്നു കാണിക്കണമെന്നല്ല. പക്ഷേ എന്നാലും എൻ്റെ വ്യക്തി ജീവിതത്തിൽ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇനി എൻ്റെ തെറ്റുകൾ എൻ്റെ പാകപ്പിഴകൾ തിരുത്തി ഞാൻ മുൻപോട്ട് പോകും. തെറ്റുകളുണ്ട്, അത് എന്നെ കുത്തി ഇനി ചോദിക്കരുത്. അതെ, കാരണം ഞാൻ അത് കുത്തി ചോദിക്കുമ്പോൾ ഞാൻ മാത്രമല്ല ഇപ്പോഴും പുകമറയിൽ നിൽക്കുന്ന, ഞാൻ ഏറെ വിശ്വസിക്കുന്ന, ഞാൻ അല്ലെങ്കിൽ ഏറെ ബഹുമാനിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന വ്യക്തിയും കൂടി മലിനപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തിയും കൂടി വലിച്ചിടാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് തെറ്റുകൾ ഞാൻ ഏറ്റെടുക്കുന്നു. അല്ലേ? ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് രാഹുലിന് കയ്യടി കൊടുക്കാത്തത്? അതുകൂടി ഒന്ന് പറയണമെന്നാണ് ഒരു പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷെ രാഹുലിന് വേണ്ടി കുറേയൊക്കെ പോസിറ്റീവായിട്ട് നമ്മൾ പറയാനുള്ള കാരണം കുറേയൊക്കെ എന്താ പറയുക, നിയമത്തിന്റെ സാധ്യതകൾ രാഹുൽ ഇപ്പോഴും തെറ്റുകാരനല്ല. ആ ഒറ്റ ഒരു പോയിന്റ് നിന്നുകൊണ്ടാണ് നമ്മളൊരു മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയിൽ ഞാനത് കാണിക്കുന്നത്. മാത്രമല്ല ഞാൻ ഇന്നലെ പറഞ്ഞു, രാഹുൽ ഈശ്വർ ഇന്നലെ പുരുഷ കമ്മീഷന് വേണ്ടിയിട്ട് ഉള്ള ഒരു ചെറിയ വാർത്താ സമ്മേളനം ഞാൻ കണ്ടിരുന്നു. തീർച്ചയായിട്ടും പുരുഷ കമ്മീഷൻ വരണം. കാരണം നിരവധി സ്ത്രീകൾ, നീതി തേടുന്ന നിരവധി സ്ത്രീകൾക്ക് നീതി കിട്ടാതെ പോകുന്നത് ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ഇത്തരത്തിലുള്ള ഈ ചതികളും ഒക്കെ കൊണ്ടാണ്. അപ്പം നീതി കിട്ടേണ്ടുന്ന സ്ത്രീകൾക്ക് പോലും നീതി കിട്ടാതെ പോകുന്നു. അപ്പം അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പുരുഷ കമ്മീഷൻ പോലുള്ളതും കൂടെ വേണം. അപ്പോൾ പുരുഷ കമ്മീഷനിൽ കിട്ടുന്ന ഒരു ഏതെങ്കിലും ഒരു പുരുഷനിൽ മേൽ ഒരു സ്ത്രീ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ പുരുഷ കമ്മീഷൻ അത് അവരുടെ ഇത് കൊടുക്കുമല്ലോ. കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പോസിറ്റിവിറ്റി, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു നീതി, അത് സ്ത്രീക്കും ആണോ, എവിടെയാണ് അവിടെ തെറ്റുകളുണ്ടായത് എന്നുള്ള ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും. ഇത് കൂടുതലും പുരുഷന്മാരെ ആക്രമിക്കുന്ന തരത്തിലോട്ട് പോകുന്നത്. അപ്പോൾ അതിനൊരു തട അത്യാവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ രാഹുലിൻ്റെ പക്ഷത്ത് നിൽക്കുന്നത്, രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ
അത് ചെയ്യേണ്ടുന്നത് എത്രയോ നാളുകൾ കഴിഞ്ഞു. ഇപ്പോഴും സുഹൃത്താണെന്ന് റിനി പറയുന്നു. അപ്പൊ അവിടെ ഒരു ഉഭയകക്ഷി സമ്മതപ്രകാരമാണ്. രണ്ടുപേര് തമ്മിലുള്ള ഇഷ്ടമോ പ്രണയമോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റിലോ ഒരു ഉഭയകക്ഷി പ്രകാരം സമ്മതപ്രകാരം ഒരു സ്ത്രീയുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ അവിടെ പീഡനമാവില്ല. ഒന്നാമത് ഞാൻ അതുകൊണ്ടാണ് രാഹുലിന്റെ സൈഡ് എന്നല്ല, രാഹുലിന്റെ നിയമം അല്ലെ രാഹുലിന്റെ നീതി എന്നുള്ള ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് ഞാൻ സംസാരിച്ചത്. രണ്ടാമത് പരാതിക്കാരി ഇല്ല. പരാതിക്കാരി ഇന്നും ഞാൻ പറയുന്നു, ഏത് പെൺകുട്ടിക്കാണോ രാഹുൽ വിവാഹ വാഗ്ദാനം കൊടുത്ത് പീഡിപ്പിച്ച് ചതിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ ചതിയനാണ്, വഞ്ചകനാണ് എന്ന് ഞാൻ പറയും. പക്ഷെ അങ്ങനെ പറയാത്തിടത്തോളം കാലം നമുക്ക് മനസ്സിലാക്കാം, അനുമാനിക്കാം രണ്ടുപേരും തമ്മിലുള്ള ഇഷ്ടപ്രകാരം ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ, ചിലപ്പോൾ അവരുടെ സ്വകാര്യതയിലെ അസ്വാരസ്യങ്ങൾ കാരണം രണ്ടുപേരും രണ്ടു വഴിയായിരിക്കാം. അത് അവരുടെ മാത്രം സ്വകാര്യതയാണ്. അതിലേക്ക് മറ്റുള്ളവരുടെ ക്യാമറ കണ്ണുകളിൽ ചെന്ന് എത്തുന്നത് തെറ്റ് തന്നെയാണ്. ഇപ്പൊ KJ ഷൈൻ്റെ ക്യാമറ കണ്ണുകൾ ചെന്ന് എത്തിയതിന് എന്തോരം കോലാഹലങ്ങളാണ് ഉണ്ടായത്. എന്താ രാഹുൽ മാങ്കൂട്ടൻ പുരുഷനും ഷൈൻ ടീച്ചർ സ്ത്രീയുമായതുകൊണ്ടാണോ? രണ്ടുപേർക്കും തുല്യതയാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഷൈൻ ടീച്ചറിന്റെ ഉള്ളിലേക്ക് അവരുടെ സ്വകാര്യതയിലേക്ക് പലരും ക്യാമറ കണ്ണുകൾ കൊണ്ടുവന്ന് കടത്തിയിട്ട് അത് തെറ്റാണെന്ന് പറയുന്നവർ രാഹുലിന്റെ വിഷയത്തിലും തെറ്റാണെന്ന് പറയണം. എന്തിനാണ് ആ വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിലെ വോയിസ് ക്ലിപ്പുകൾ എടുത്തിട്ട് നാറ്റിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ പരാതിക്കാർ വേണം. ഈ രണ്ടിടത്തും പരാതിക്കാരില്ല. രണ്ട് ഭാഗത്തും ഞാൻ ഷൈൻ ടീച്ചറിന്റെ ഒപ്പമാണ്. കാരണം രണ്ടിടത്തും പരാതിക്കാരില്ല. ഈ ഇരുവരുടെയും സ്വകാര്യ ജീവിതങ്ങളിലേക്ക് എന്തിനാണ് ഈ മാധ്യമങ്ങളും ഈ രാഷ്ട്രീയ പ്രവർത്തനം കൈയെടുത്തുന്നത്? അത് CPM ആണെങ്കിലും BJP ആണെങ്കിലും അങ്ങനെ കൈയെടുത്താൻ പോകരുത്. അതുകൊണ്ട് മാത്രമാണ് നിൽക്കുന്നത്. എന്തായാലും രാഹുൽ പാലക്കാട്ടേക്ക് പോകട്ടെ. നല്ല രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് ഒരു പക്ഷേ തെറ്റുകളുണ്ടെങ്കിൽ അത് സമൂഹ മധ്യേ ഏറ്റു പറയട്ടെ. ഇനി ഏറ്റു പറയാൻ ഇല്ലെങ്കിലും സ്വന്തമായിട്ട് മനസാക്ഷിയുടെ മുമ്പിൽ അത് ഏറ്റു പറഞ്ഞുകൊണ്ട് നല്ലൊരു പ്രവർത്തകനായിട്ട് ഒരു പക്ഷേ കോൺഗ്രസ് പാർട്ടിയിൽ നിലകൊള്ളട്ടെ. നല്ല സേവനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ ഭാവിയിൽ ഒരു മുഖ്യമന്ത്രി, ഇതൊക്കെ ജനം മറക്കും. ഒരു മുഖ്യമന്ത്രി ആവാനുള്ള കഴിവും പവറും ഒക്കെ രാഹുലിനും ഷാഫിയെ പോലുള്ളവർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ വളർന്നു വരട്ടെ. അതിനുവേണ്ടി നമുക്ക് ആശംസിക്കാം. ഏതായാലും രാഹുൽ എത്തുവാണെങ്കിൽ നമുക്ക് ഒരു അടുത്ത മണിക്കൂർ തന്നെ ഒരു വരവും കൂടി വരാം. തീർച്ചയായിട്ടും.